ഈ കള്ളി ഞാൻ പൊളിക്കും, പൊളിച്ചടുക്കി പുറത്തു ചാടിക്കും. താൻ കണ്ടോ? അല്ലെങ്കിൽ എന്റെ പേര് പാർത്ഥസാരഥി എന്നല്ല. പൊളിക്കുന്നതും അടക്കുന്നതും എല്ലാം വക്കീലല്ലേ, അല്ലാതെ ഗുമസ്തനല്ലോ. താൻ പോയി വക്കീലിനെ വിളിക്ക്. മോനെ ദിനേശ, പേരെന്താണെന്നാ പറഞ്ഞേ? അത് ഞാൻ പേര് പറഞ്ഞില്ലല്ലോ. ആ എന്ന വക്കീൽ ഇപ്പൊ കാണാൻ പറ്റില്ല. പ്രമാദമായ കേസിന്റെ ഡിസ്കഷനിലാണ്. താൻ പോയിട്ട് നാളെ വാ. പോടോ. യൂസഫെ, സഹിക്കാവുന്നതിന്റെ അങ്ങേ അറ്റം ഞാൻ സഹിച്ചു. ഇനി വയ്യ. പക്ഷെ ഒന്നുണ്ട്, ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്റെ ഭാര്യയോടല്ല, ആ തള്ളയോടാ. എല്ലാത്തിനും കാരണക്കാരി ആ ഒറ്റ സ്ത്രീയാ. അവരുടെ കയ്യിൽ നിന്ന് എന്റെ ഭാര്യ എനിക്കൊന്ന് വിട്ടുകിട്ടണം. അതിനുവേണ്ടി ലോകത്തേത് കോടതിയിൽ ഞാൻ മതി. എന്നാ നീക്കേണ്ട വക്കീലന്മാരുടെയും നാട്ടുകാരുടെയും മുമ്പ് വെച്ച് കുടുംബ പ്രശ്നം മുഴുവൻ വിളമ്പാന്ന് പറഞ്ഞാൽ അതെന്റെ ജാതകത്തിലുള്ളതാണ്. എന്റെ ജാതകത്തിൽ ഇപ്പൊ 7-ാം ഇടത്ത് കേതുവാ. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം കോടതിയിൽ കയറിറങ്ങണമെന്നുണ്ട്. വക്കീലായിട്ടല്ല, പ്രതിയായിട്ട്. എടോ, തനിക്കറിയോ എത്ര പെൺമക്കളുടെ ഭാവിയാണ് ഈ നാട്ടിൽ ചില അമ്മമാർ നശിപ്പിക്കുന്നതെന്ന്? അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്റെ അമ്മായിയമ്മ. വിവാഹം കഴിഞ്ഞ് 1.5 വർഷം തികയും മുമ്പ് ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീയാണവർ. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയും ഭർത്താവ് ഒത്ത് സുഖമായി കഴിയുന്ന അവർക്ക് സഹിക്കില്ല. ഇത് പറഞ്ഞാലോട്ട് എന്റെ ഭാര്യയ്ക്ക് മനസ്സിലാകില്ല. കാരണം അവളുടെ ജാതകത്തിൽ ഗ്രഹനില ഇപ്പൊ അങ്ങനെ. താൻ നോക്കിയോ, ആ തള്ളയെ ഞാൻ കോടതിയിലിട്ട് പൊരിച്ചെടുക്കും. സേതുമാധവനോട് കളിക്കല്ലേ. ഇവൻ എന്നായി കളി തുടങ്ങിയത്? KK വാര്യർ കോട്ടിടാൻ തുടങ്ങിയിട്ട് കൊല്ലം 25ആയി. ഒന്നും രണ്ടുമല്ല, 36 ബന്ധങ്ങളായി ഇതുവരെ കലക്കി കൈ കൊടുത്ത്. എന്ത് വന്നാലും ശരി, ഇതങ്ങനെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റം സഹിച്ചു എന്റെ മോള്. അവൾക്ക് ഈ ബന്ധം വേണ്ട. എന്റെ ഭഗവതി, ഇതൊക്കെ ഒന്ന് നടന്നു കിട്ടിയ എന്റെ മോളും പിള്ളേരും രക്ഷപ്പെട്ടു. ഇച്ചൈ ധൈര്യമായിട്ടിരിക്കെ. ഇന്നത്തെ രാത്രി അഡ്വക്കേറ്റ് KK വാര്യർക്ക് ഉറക്കമില്ല. യുവർ ഓണർ, സ്വന്തം ഭാര്യയുമായുള്ള ബന്ധം വേർപിരിയേണ്ടി വരും എന്നൊരു ഘട്ടം മുന്നിൽ കണ്ടിട്ട് പോലും യാതൊരു ആശങ്കയുമില്ലാതെ ഇത്രയും നിരുത്തരവാദപരമായി പെരുമാറുന്ന എതിർ കക്ഷിയോട് ഇനിയും സമയം അനുവദിച്ചു കൊടുക്കുന്നത് കടുത്ത അനീതിയാണെന്ന് എന്റെ കക്ഷിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല യുവർ ഓണർ. വിവാഹം കഴിഞ്ഞ് 18 വർഷം പിന്നിട്ടിട്ടും 4 പെൺകുട്ടികളുടെ അമ്മയായിട്ടും ഇങ്ങനൊരു ആവശ്യവുമായി കോടതിയെ സമീപിക്കേണ്ടി വന്ന എന്റെ കക്ഷിയുടെ ഗതികേട് ഓർത്താൽ തന്നെ ഭർത്താവിൽ നിന്നും അവർ എന്തുമാത്രം പീഡനം അനുഭവിച്ചിട്ടുണ്ടെന്ന് കോടതിക്ക് ബോധ്യമാവും. ആയതിനാൽ എതിർ കക്ഷിയെ എക്സ് പാർട്ടിയായി ഡിക്ലെയർ ചെയ്ത് എന്റെ കക്ഷിയുടെ വാദം കേൾക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയെ അപേക്ഷിക്കുന്നു. മിസ്സിസ് വസുന്ധരാദേവി, എവിടെ നിങ്ങളുടെ ഭർത്താവ്? മാറും. ക്ഷമിക്കണം യുവർ ഓണർ, ഞാൻ അല്പം താമസിച്ചു പോയി. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു പാവം പെൺകുട്ടിക്ക് വേണ്ടി വരുന്ന വഴി അല്പം സമയം ചെലവഴിക്കേണ്ടി വന്നു. ആത്മഹത്യയുടെ വക്കോളം എത്തി നിൽക്കുന്ന ആ പെൺകുട്ടിക്കൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് കരുതി ഞാൻ അവൾക്കൊരു പശുവിനെ വാങ്ങിച്ചു കൊടുക്കാൻ പോയതാണ്. ഓർഡർ, ഓർഡർ. മനസ്സിന്റെ താളം തെറ്റിയ ഒരാൾക്ക് മാത്രമേ ഈ അവസരത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയൂന്ന് ബഹുമാനപ്പെട്ട കോടതി മനസ്സിലാക്കണം. വിവാഹം കഴിഞ്ഞ ആദ്യ ദിനങ്ങളിൽ തന്നെ മനസ്സിന്റെ സമനില തെറ്റിയ ഒരാളെയാണ് തനിക്ക് ഭർത്താവായി ലഭിച്ചിരിക്കുന്നതെന്ന് എന്റെ കക്ഷിക്ക് ബോധ്യപ്പെട്ടതുമാണ്. ബഹുമാനപ്പെട്ട വക്കീലിന്റെ ഈ പുതിയ കണ്ടുപിടുത്തത്തെ ഞാൻ അവഗണിക്കുന്നില്ല. വിവാഹം കഴിഞ്ഞ ആദ്യ ദിനങ്ങളിൽ തന്നെ താളം തെറ്റി എന്ന് അദ്ദേഹം പറയുന്നത് അക്ഷരം പ്രതി ശരിയാണ്. അത് പക്ഷേ എന്റെ മനസ്സിന്റെ അല്ല, ഞങ്ങളുടെ ജീവിതത്തിന്റെ താളമാണ്. അതിന് കാരണക്കാരി ഒരിക്കലും എന്റെ ഭാര്യയായിരുന്നില്ല. സ്വന്തം മകളെ തന്റെ ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കാതെ തന്റെ വരുതിക്കുள் ഒതുക്കി നിർത്താൻ ശ്രമിച്ച അവളുടെ അമ്മയുടെയും അവരുടെ ചെയ്തികൾക്ക് ചുക്കാൻ പിടിക്കുന്ന അവളുടെ അമ്മാവിന്റെയും ദുഷ്പ്രവർത്തികളാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചത്. സ്വന്തം തെറ്റുകൾ മറച്ചു വെക്കാൻ അമ്മായിയമ്മയുടെ മേൽ പഴിചാരി രക്ഷപ്പെട്ട സംഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട് യുവർ ഓണർ. മെന്റലി ഡിസ്റ്റോർട്ടഡ് സ്റ്റേജ് എന്നേ ഇതിനെ വിശേഷിപ്പിക്കാനാവും. ലോകത്ത് ഏതെങ്കിലും ഒരു മരുമകൻ സ്വന്തം അമ്മായിയമ്മയെ ഇഡ്ഡലി എന്ന് വിളിച്ച ചരിത്രം ഉണ്ടോ യുവർ ഓണർ? ഇഡ്ഡലിയോ? ഇഡ്ഡലി കേസുമായി എന്താ ബന്ധം? ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങളിൽ കടന്നു വന്ന് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ച ഒരവസരത്തിൽ നർമ്മത്തിൽ പൊതിഞ്ഞൊരു താക്കീത് ഞാൻ എൻ്റെ അമ്മായിയമ്മയ്ക്ക് നൽകിയെന്ന് പറയുന്നത് ശരിയാണ്. സംഭവം നടന്നത് ഇങ്ങനെയാണ് യുവർ ഓണർ. വസുന്ധരെ, എന്താ ഇവിടുത്തെ പൊട്ടിച്ചിരിക്കാൻ? ചെവി കേൾക്കാൻ സമ്മതിക്കില്ല. വെളിയിൽ പോയി കളിക്ക കുട്ടികളെ, വെളിയിൽ പോയി കളിക്കാൻ.
അടുക്കളയിലോട്ട് ചെന്നാ കുഴമ്പെടുത്തൊന്ന് ചൂടാക്കി വെക്ക്. എനിക്കൊന്ന് തേച്ച് കുളിക്കണം. പറഞ്ഞത് കേട്ടില്ലേ? ശരിയമ്മേ. നിക്കവിടെ. കുഴമ്പ് എണ്ണയൊക്കെ തിളപ്പിക്കാനുള്ള വേലക്കാരുണ്ട്. ഇവളിപ്പോ എങ്ങോട്ടും വരുന്നില്ല. അത് ഇവളല്ലേ അല്ല, തീരുമാനിക്കണത്? തൽക്കാലം ഞാൻ തീരുമാനിച്ചാൽ മതി. നേരം വെളുത്ത അന്ത്യാകുന്ന നിങ്ങളുടെ കാല് തീരുമാനം മേല് തീരുമാനം നിൽക്കുന്നില്ലേ അവള്? ഇടയ്ക്ക് അല്പം സ്വസ്ഥത അവക്കും വേണം. പെറ്റമ്മയുടെ മേലൊന്ന് തിരുമ്മി കൊടുത്തെന്ന് വെച്ച് പ്രാണം പോവൊന്നുമില്ല. ഇവളെന്റെ മരുമകളല്ല, മകളാ. എന്നാൽ ആ മകൾക്കൊരു ഭർത്താവുണ്ട്, അത് ഞാനാ. അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ നിങ്ങളെക്കാൾ കൂടുതൽ അധികാരം എനിക്കുണ്ട്. ഒരു പെറ്റമ്മ. ഒരു നിമിഷം ഇവളൊന്ന് സന്തോഷമായിട്ടിരുന്ന സഹിക്കുമോ നിങ്ങൾക്ക്? എന്തിന്? ആ പാവം പിള്ളേർക്കൊന്ന് പൊട്ടിച്ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം വീട്ടിലുണ്ടോ? ഇങ്ങനാണോ ഒരമ്മ, ഒരമ്മുമ്മ? ചെമ്പരത്തി താളി കൊണ്ട് തലകഴുകി വെളുപ്പിക്കണ്ട, അങ്ങ് വെളുത്തോളും. ഒരു മുണ്ടും നേരിടും കൊടുത്ത് നിലവിളക്ക് കൊളുത്തി വെച്ച് ഉമ്മറപ്പടിയിലിരുന്ന് അധ്യാത്മരാമായണത്തിലെ ഉത്തരകണ്ഠം പതിവായി വായിക്കണം. എന്നാലേ നിങ്ങൾ അമ്മയാവും അമ്മൂമ്മയാവും. എന്താടി എന്താ നിന്റെ അമ്മയെ പറഞ്ഞപ്പോ കൊണ്ടോ നിനക്ക്? എന്നാ നീ കേട്ടോ, എന്ന് നിന്റെ അമ്മ ഇഡ്ഡലിയായി എന്റെ മുമ്പിൽ അവതരിക്കുന്നോ അന്നേ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവും, ഗതി പിടിക്കും. ഇഡ്ഡലി എന്നവൻ പറഞ്ഞെന്താ? ചെയ് ഇഡ്ഡലി എന്നവൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്നറിയാമോ? ഇല്ല. ഈ ചെയ് ചത്തു. പൊല ഉളിക്ക് നാട്ടുകാരെ വിളിച്ചു വരുത്തി ഇഡ്ഡലിയും സാമ്പാറും വിളമ്പുന്നതിന്റെ കാര്യമാണ് അവൻ പറഞ്ഞത്. ഓഹോ, കുട്ടികൃഷ്ണ. ചെയ്. ഇനി ഈ വീട്ടിൽ ഇഡ്ഡലിയുടെ നാമധേയം മിണ്ടരുത്. ഇപ്പോൾ ഇഡ്ഡലി കാണുന്നത് തന്നെ ആ പാവ സ്ത്രീക്ക് ഒരു ആഘാതമാണ്. പിന്നീട് ഇന്നേ വരെ ആ വീട്ടിന്റെ അടുക്കളയിൽ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടില്ല യുവർ ഓണർ. ഓർഡർ ഓർഡർ യുവർ ഓണർ. കുഞ്ചൻ നമ്പ്യാരുടെ ഫലിതം അറിയാവുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അയ്യോ പയ്യേ നിനക്കും പക്കത്താണോ ഊണ എന്ന ഫലിതം ആസ്വദിച്ചവരാണ് നമ്മൾ മലയാളികൾ. അപ്പോ ഇഡ്ഡലി എന്ന പ്രയോഗം ഒരു അപമാനമായി തോന്നിയിട്ടുണ്ടെങ്കിൽ പകരം എന്നെ ദോശയെന്നോ മസാല ദോശയെന്നോ വിളിച്ചോട്ടെ. കേട്ടില്ലേ? മാനസിക വിഭ്രാന്തിക്ക് അടിമപ്പെട്ട ഒരാളുടെ പരസ്പര വിരുദ്ധമായ പുലമ്പലിനോടുള്ള പരിഹാസമാണ് ഈ കൂട്ടച്ചിരി. കാര്യഗൗരവവും ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ഒരു പുരുഷനോടൊപ്പം എങ്ങനെ ജീവിക്കാൻ കഴിയും? അമ്മായി അമ്മയോട് ഈ കക്ഷി കാണിച്ച ക്രൂരതയ്ക്ക് ന്യായീകരണം കാണുന്നുണ്ടെങ്കിൽ അത് മറക്കാം, പൊറുക്കാം. മനസ്സിന്റെ സമനില തെറ്റി അക്രമാസക്തമായ ഒരു നിമിഷത്തിൽ തനിക്ക് സകല സൗഭാഗ്യങ്ങളും നേടിത്തന്ന സ്വന്തം പിതാവിനോട് ഈ കക്ഷി കാട്ടിയ ക്രൂരത എന്താണെന്ന് ബഹുമാനപ്പെട്ട കോടതി അറിയണം. വസുന്ധരേ, വസുന്ധരേ, എന്താ? ആരാ ഇവിടെ തൂക്കിയത്? ചോദിച്ചിട്ടില്ലേ ആരാണ്? ഞാനാ. എന്തിനാ? ആര് പറഞ്ഞിട്ട്? ഞാൻ പറഞ്ഞിട്ട്. ഓഹോ, ഇതെന്റെ കൺമുമ്പിൽ കാണുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതാ ആർക്കും മനസ്സിലാവാത്തത്. എന്താ കണ്ടാല് മറ്റാരും അല്ലല്ലോ, സ്വന്തം അച്ഛനല്ലേ. പൊടിയും മറലയും പിടിച്ച് പത്തായപ്പുരയിലാണോ ഇത് കിടക്കുന്നത്? ചോദ്യങ്ങളൊന്നും വേണ്ട. ഇതിന്റെ സ്ഥാനം ചവച്ചോട്ടയില. എന്ത് ഭ്രാന്താ ഈ പറയുന്നത്? അതെ, ഭ്രാന്താണ്. എനിക്ക് ഈ മനുഷ്യനെ കണ്ടാ ഭ്രാന്താണ്. എന്തായി കാണിക്കണേ? തലയ്ക്ക് സുഖമില്ലേ? സ്വന്തം പിതാവിനോട് ഇത്രയും നിന്ദ്യവും നീചവുമായ പ്രവൃത്തി ചെയ്യാൻ നിങ്ങളെ പ്രകോപിപ്പിച്ച വികാരം എന്താണ്? എന്റെ ജീവിതത്തിൽ എന്നെ ഇത്രമാത്രം വേദനിപ്പിച്ച മറ്റൊരു സംഭവം ഉണ്ടായിട്ടില്ല യുവർ ഓണർ. എന്നാൽ ആ വേദന ആരുമായും പങ്കുവെക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. മാത്രമല്ല, ഞാനും എന്റെ അച്ഛനും തമ്മിലുള്ള സ്വകാര്യ വിഷയത്തിന് എന്റെ ഭാര്യയുമായുള്ള ഈ കേസിൽ യാതൊരു പ്രസക്തിയുമില്ല.